അപ്പോൾ ഗൈസ് ഇന്ന് മെയ് 1 ആണ്, മെയ് ദിനമാണ്. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്നെ രാവിലെ 10 മണിക്ക് വിളിച്ച് എണീപ്പിച്ചിട്ട് റെഡിയാക്കി ഇരുത്തിയിട്ട് അക്ഷയ് കുമാർ വന്നത് 12 മണിക്ക്. അതൊന്നും പറയണ്ട, കാര്യം പറ. ഞാനിവിടെ രാവിലെ ഒന്നാമത് ലീവ് ഉറങ്ങല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നത്. ഇപ്പൊ എണീപ്പിച്ച് റെഡിയാക്കി ഇരുത്തിയിട്ട് എന്നെ 12 മണിയായപ്പോ വന്നേക്കുന്നത്. ഇനിയിപ്പോ പോയി ബിരിയാണി വാങ്ങിക്കണം. ആണല്ലോ, ഇനി ഞാൻ വിളിക്കത്തില്ല. ശരി, ഇനി വേണ്ട, കാര്യത്തിലോട്ട് എടുക്കാം. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇന്ന് ആക്ച്വലി മെയ് 1 ആണ്, തൊഴിലാളി ദിനമാണ്. അപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഗവൺമെന്റ് ഓഫീസ് ആണെങ്കിലും പബ്ലിക് പ്രൈവറ്റ് കമ്പനീസ് എല്ലായിടും ആണെങ്കിലും അവധിയാണ്. മെയ് 1 എന്ന് വെച്ചാൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡേ ആണ്. അപ്പൊ ഇന്നത്തെ ദിവസം കഷ്ടപ്പെടുന്ന അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാലോ എന്ന് വിചാരിച്ചു. ക്ലീശ കാരണമാണ്, കുറെ പേരൊക്കെ ചെയ്തിട്ടുള്ളതാണ്. സംഭവം എന്താന്ന് വെച്ചാല് അവർക്ക് ജസ്റ്റ് വല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ. ക്ലീശ അല്ല, ഇങ്ങനെ കുറച്ചുപേര് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് തന്നെ ചെയ്യാലോ എന്നത്. ഞങ്ങളപ്പോ ഇനി ബിരിയാണി പോയി വാങ്ങിക്കണം. ഇപ്പൊ തന്നെ 12:30 അവര് ചോറൊക്കെ കഴിച്ച് വീട്ടിൽ പോവായിരിക്കും. 12:30 കഴിഞ്ഞ് അപ്പം പോയി ഫുഡ് വാങ്ങിച്ചിട്ട് ഇനി അവർക്കൊക്കെ കൊടുക്കാം. അപ്പൊ നമുക്കത് കാണാം. ആരെങ്കിലും ചോദിച്ചോ ഇത്? ചോദിച്ചോ അക്ഷയ് കുമാറെ? എന്റെ വീട്ടിൽ ഞാനാ വേണ്ട, എന്റെ വണ്ടിയൊന്നും അല്ല. എത്രയാ? 800 AC. നിന്നെ ഞാൻ കൊണ്ടുപോടാ. വണ്ടി അടിപൊളിയാണ്. ഞാനിതില് നൈറ്റ് ഓടിക്കാറുണ്ട്. ഞാൻ ഇത് കൊണ്ട് പറപ്പിച്ച് പോകുമ്പോൾ അക്ഷയ് കുമാർ പേടിച്ചൊക്കെ ഇരിക്കും സൈഡിൽ. ഓക്കെ, പോയി ബിരിയാണി വാങ്ങിക്കാം. അപ്പൊ ഞങ്ങൾ കുറച്ച് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര ചൂടാട്ടോ, ഇവിടെ നിന്ന് നിൽക്കാൻ പോലും പറ്റണില്ല. സൈഡിൽ മരവും എല്ലാം വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് ജോലിക്കാരെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരെ സെർച്ച് ചെയ്ത് പോകുവാണ്. ഇവിടുന്ന് കൊടുത്തു തുടങ്ങി. ഇപ്പൊ 1 മണിയായല്ലേ? 1 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം കാണുന്ന ആരാണോ അവർക്ക് കൊടുക്കും. അതെ, ഈ വെയിലത്ത് കഷ്ടപ്പെടുന്നുണ്ടോ? കഷ്ടപ്പെട്ട പണിയെടുക്കുന്ന അത് ഇന്ന് ലീവല്ലേടാ, ലീവ് എടുത്തിട്ടാ ഇതിന്. ഞാൻ വണ്ടി ഓടിച്ച് കഷ്ടപ്പെടുന്നില്ലേ? എന്നാ ഞാൻ ഓടിക്കാൻ ഇറങ്ങിയിരിക്കാം അങ്ങോട്ട്. അതൊക്കെ കട്ട് ചെയ്തവനൊന്നും എടുക്കുന്നില്ല. എടാ, നമ്മളിപ്പോ ഫസ്റ്റ് ഒരു ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ അപ്പൂപ്പനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ എപ്പോഴും ഈ അപ്പൂപ്പൻ കൈ കാണിച്ച് എഴുത്തും. അപ്പം ആ അപ്പൂപ്പന് പാവം ഉണ്ടല്ലേ, ഇത്ര ഏജ് ആയിട്ടും കഷ്ടപ്പെട്ട് ജോലി എടുക്കുന്നുണ്ട്. നമുക്ക് കൊടുക്കാം. അക്ഷയ് കുമാറെ കൊടുത്തിട്ട് വരുവാ, തന്നാ മതി. ഇന്ന് ഞങ്ങളുടെ വക ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞ് ഞാൻ പോണില്ലടാ, എനിക്ക് ഇതൊക്കെ സങ്കടമാണ്. ഉണ്ണിക്കുട്ടനും അക്ഷയ് കുമാറും പോയ അപ്പൂപ്പന് പാവം ഉണ്ടല്ലേ, പുള്ളിയുടെ സ്മൈൽ നോക്കിക്കേ. ഓ, സോ സാഡ്. എനിക്ക് സത്യം പറഞ്ഞ ഈ ഏജ് ഉള്ളവര് ഇവിടുന്ന് കണ്ടാച്ചി. എനിക്ക് സത്യം പറഞ്ഞ ഈ ഏജ് ഉള്ളവര് അപ്പൂപ്പനെ അമ്മൂമ്മേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരും കഷ്ടപ്പെട്ട് ഈ വെയിലത്ത് നിന്ന് പണിയെടുക്കുമല്ലേ അല്ലേ പുള്ളി. ആ പുള്ളിയുടെ അടുത്ത ഞങ്ങള് വേറൊരു അപ്പച്ചനെ കണ്ടിട്ടാ, പാവം. ഒരു ചെരുപ്പ് ബാഗൊക്കെ തയ്ക്കുന്നതാണ്. ഇവിടെ അല്ല, കുറച്ചും കൂടെ ഫ്രണ്ടില്. പക്ഷെ ഈ ഏരിയ ഫുള്ള് അതാണ്. കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആരോഗ്യം ഒക്കെ ഉള്ളവരാണ്. അയ്യോ, ഇച്ചിരി കൂടെ ഫ്രണ്ടില്. ഇവിടെ ആ അപ്പച്ചൻ അക്ഷയ് കുമാർ ആൻഡ് ഉണ്ണിക്കുട്ടൻ ഈസ് ഗോയിങ്. വണ്ടിയൊക്കെ ഓക്കെ. അപ്പൊ നമ്മളതും സക്സസ്ഫുള്ളി അതും വിജയിച്ചിട്ടുണ്ട് അല്ലേ. വേഗം പോവാം, വെയിലെടുത്ത് ചത്ത്. എന്താ അക്ഷയ് കുമാറെ? അപ്പൊ ഗൈസ്, ഞങ്ങളിങ്ങനെ ആലപ്പുഴയിൽ കൂടെ കുറെ സ്ഥലത്തൊക്കെ നടന്നു. എന്നാലും ഞങ്ങൾക്ക് പറ്റിയ ആരെയും കിട്ടണില്ല. കുറെ അപ്പച്ചന്മാര് ഒരു 2 പേർക്ക് ഇപ്പൊ കൊടുത്തു. എന്നാലും കുറച്ചുപേരും കൂടെ ഞങ്ങൾ നോക്കുവാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു മെയ് 1
എല്ലാം ക്ലോസ്ഡ് ആണെന്ന് ചോദിച്ചു. പക്ഷെ ഇവിടെ നിറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓടിച്ചിട്ട് അടിപൊളിയാണ്. വണ്ടിയാണ് സൂക്ഷിച്ച് ഓടിക്കുക. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? എന്തായാലും അതെ അതെ, എന്തായാലും ടാസ്ക് ഇറങ്ങിയിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ട് പോവാം. ഫുഡ് കഴിച്ചോ? ബിരിയാണി ഉണ്ട്, തരട്ടെ? ചുമ്മാ ഇന്ന് മെയ് ഒന്നല്ലേ, അപ്പൊ അതിന് വേണ്ടിട്ട്. അത് കുഴപ്പമില്ല, പരിചയമില്ല. ഓക്കെ ശരി. ഇവിടാണോ വീട്? ഓക്കെ ഓക്കെ, എന്നാ കഴിച്ചോ ബിരിയാണി. ഓക്കെ, പാവാപ്പച്ചൻ അവര് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ ഒരു ബ്ലെസ്സിങ് ഒക്കെ കിട്ടിയില്ല അല്ലേ? ഫുഡ് കഴിക്കാറുണ്ടോ? ബിരിയാണി അറിയട്ടെ? നമുക്കിനി പോയി വെള്ളം ഇവിടെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ആ, അപ്പൊ ഗൈസ് നമ്മള് നമ്മുടെ ഫുഡൊക്കെ ഇന്ന് വാങ്ങിച്ചതൊക്കെ കുറച്ചവർക്കൊക്കെ കൊടുത്ത് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്ത് കുറച്ച് എടുത്തില്ല. പിന്നെ ഇനി ബാക്കി നമ്മുടെ പിള്ളേർ ഉണ്ണിക്കുട്ടൻ, അലൻ, അക്ഷയ് കുമാർ, ഇനി ഞാൻ കഴിക്കുന്നില്ല. ഇനി ഇവർക്ക് ബിരിയാണി കൊടുക്കണം. ഞങ്ങളപ്പോ ചുമ്മാ ബീച്ചിന് അങ്ങോട്ട് പോകും. എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, ഇമോഷൻ ഒരു പുള്ളി രണ്ടുപേര് ഭയങ്കര ഇതായി പോയി, ഇമോഷണലി. ഒരു അപ്പച്ചൻ ഇങ്ങനെ നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞു, ഭയങ്കര ടച്ചിങ്. അത് തന്നെ, നമ്മൾ അവരുടെ ഒന്നും മീൻസ് ഒരു ഇതൊന്നും വേണ്ട, പക്ഷെ അവരുടെ ബ്ലെസ്സിങ്സ് ഒക്കെ തന്നെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ്. അത് ഈ ഏജ് ആയിട്ട് ഇന്ന് ആർക്കും പോകണ്ട, എവിടെയും പോകണ്ട, വീട്ടിൽ ഇങ്ങനെ സംസാരിക്കാൻ അക്ഷയ് കുമാർ ഇനിയും കുറച്ച് കിട്ടില്ല കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് പൊട്ടത്തിലല്ല ഉണ്ണിക്കുട്ടാ അക്ഷയ് കുമാറുള്ള പൊട്ട കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുമാതിരി അവിടെ എല്ലായിടത്തും പോയി നാണം കെടുത്താനായിട്ട്. നല്ല കണ്ടന്റ്, ഇത് ആരും ചെയ്യാത്ത കണ്ടന്റ്. കല്യാണത്തിന് പോയിട്ട് കല്യാണത്തിന് പോയിട്ട് ഞാൻ പറയുന്നത് കല്യാണത്തിന്. അപ്പോൾ നേരത്തെ ഞങ്ങൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്ക് ഫോണിന്റെ ചാർജ് പോയി, അതുകൊണ്ട് അത് അവിടെ നിന്ന്. അക്ഷയ് കുമാർ കുറെ ചളി കണ്ടന്റ്സ് ഒക്കെ പറഞ്ഞു തന്നായിരുന്നു. അക്ഷയ് കുമാറെ മതിയാ, ജോലിക്ക് പോകുന്നതുകൊണ്ട് വീഡിയോ നടത്തൊന്നുമില്ല, രണ്ടും കൂടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, അപ്പൊ ഞാൻ പറയാം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ പറഞ്ഞു. എന്നിട്ട് 2-3 നല്ല കണ്ടന്റും പറഞ്ഞു കൊടുത്തു. കണ്ടന്റ് പറഞ്ഞു വെച്ചാൽ നമ്മളെല്ലാം കൂടെ അല്ല, ഞാൻ വിളിക്കാത്ത കല്യാണത്തിന് കല്യാണത്തിന് ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ. അല്ല, അങ്ങനെ പറയരുത്. അതായത് ഒരു കല്യാണത്തിന് പോവുക, അവിടെ വിളിക്കാത്ത കല്യാണത്തിന് അവിടെ ചെന്നിട്ട് ഫുഡ് അടിക്കുക, ഇതൊക്കെയാണ് ഇവന്റെ പൊന്നടിയ. അതല്ല ആണ് അത്. പിന്നെ ബസ് സ്റ്റാൻഡിൽ തിരക്കുള്ളടത്തൊക്കെ പോയി അവിടെ കഴിഞ്ഞിട്ട് നിൽക്കാൻ, ഇതൊക്കെയാണ് ഇവന്റെ കണ്ടന്റ്. തലയൊന്നും കാണിക്കല്ലേ കേട്ടോ വെറുതെ പുറത്ത് വെയിലത്ത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തായിരുന്നു? അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. കുറെ നാളെ ഒരു നല്ല എന്തെങ്കിലും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും ഫ്രീ ആയിരുന്നു, ഞായറാഴ്ച വെറുതെ അവധിയായിട്ട് വെറുതെ ഇരിക്കേണ്ട കാര്യം. അപ്പൊ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ഓക്കെ, മൈൻഡ് ഒരു ഹാപ്പിനെസ് കിട്ടി. അവര് നമ്മള് ചെയ്ത കണ്ടന്റ് കൊടുത്തോടെ എല്ലാരും ഇട്ടിട്ടുള്ള സംഭവം തന്നെ. പിന്നെ അതെ. അപ്പൊ ഇങ്ങനത്തെ ഈ വീഡിയോസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ജസ്റ്റ് കമന്റ്സിലൂടെ എല്ലാം ഒന്ന് പറഞ്ഞേക്കട്ടോ. അടിച്ചു പൊട്ടിക്കുക, ഇവിടെ ഒന്നും പൊട്ടിക്കണ്ട. ആ, അപ്പം ഓക്കെ, ബൈ ബൈ. അല്ല, അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ അങ്ങനെ ശരിയെന്നാ, രണ്ടിനും തരാം. ഓക്കെ, ബൈ.